കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവേ. സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജപ്തി നടപടി നേരിടുന്നവരെയും കണ്ണുനീരുടെ അങ്ങയുടെ ദൃശ്യം സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. കർത്താവേ, അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം തണുത്തു പോയവരെ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ, അവരെല്ലാം കർത്താവെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ പല സഭകളിൽ പ്രവർത്തിക്കുന്നവർ ഒരു വീട്ടിൽ നിൽക്കുകയും ആ വീട്ടിൽ ഇരുട്ടായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർത്താവെ മനസ്സ് സംഘർഷം കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഒതുങ്ങിക്കൂടി ജീവിക്കുന്നുണ്ട് ഈശോയെ. ആരോടും പറയാതെ വഴക്കില്ലാതെ സഹിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. നിശബ്ദ ദുരന്തമായിട്ട് കഴിയുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം ലാസ്തൻ്റെ കുഴിമാടം സന്ദർശിച്ചതുപോലെ അത്ര ഹൃദയങ്ങളിൽ നിന്ന് സന്ദർശിക്കണമേ എന്ന് പരിശുദ്ധ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ. വൈവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഭവനരഹിതർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മളെ കൃപാസനത്തിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അമ്മ എൻ്റെ 2015 മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ച് 10 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ 10 കൊല്ലത്തേക്ക് ദൈവമേ ഒരു ചെറിയ പ്രാർത്ഥന ആൾക്കാർക്ക് കൊടുക്കാൻ ഒത്തെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് എൻ്റെ മനസ്സിൽ തമിഴ്നാട്ടിൽ വെച്ച് തോന്നിയപ്പോഴാണ് മാതാവ് പെട്ടെന്ന് തന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? അമ്മ ഈ ദശവത്സരത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അങ്ങനെ ആ പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞപ്പോൾ 10,000 ലീഫ്ലെറ്റുകൾ അടിച്ച് ആൾക്കാർക്ക് കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിന് തോന്നി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 16 ലീഫ്ലെറ്റുകളും 10,000 ഒന്നുമല്ല അല്ലേ, അവർ 50,000 അടിച്ച് കാണും പല പ്രാവശ്യമായിട്ട്. അപ്പം അത് എൻ്റെ ഉദ്ദേശം എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അനുസ്മരിക്കാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്നാണ്. ആ പ്രാർത്ഥന സത്യസന്ധമായതുകൊണ്ടാണ്. കാര്യം ആ പ്രാർത്ഥന സത്യസന്ധമായ കാരണം എനിക്ക് ഐഡിയ ഒന്നും കിട്ടിയില്ല. എങ്ങനെയാണ് ഈ 10ാം കൊല്ലം കൊമമറേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ ചെയ്യണമെന്ന് അമ്മ പറയുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അത് മാത്രം പ്രാർത്ഥിച്ചതാണ്. അപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി അമ്മ തരണത്. അപ്പം ദൈവം തന്നുകൊണ്ടാണ് ഇത്ര കണ്ട് ഓണത്തിന് പോലും എന്തുമാത്രം മനുഷ്യരാവെന്ന് ഉടമ്പടി എടുത്തത്. ഓണമായിട്ട് പോലും അത് ചില ആൾക്കാർക്ക് അനുഭവങ്ങളായിപ്പോയി. അനുഭവങ്ങളൊക്കെ ഉടമ്പടിയുടെ ബേസിൽ ജനങ്ങൾക്ക് ആധികാരികത വർദ്ധിച്ചു. ദൈവത്തിന് സ്വന്തം ജനമാണെന്നാണെന്നൊരു ഉടമസ്ഥ ബോധം വന്നു. ഉടമ്പടിയിലൂടെ ഒത്തിരി സംഭവമാണ് നടന്നിരിക്കുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ. മറ്റത് കൊണ്ടാക്കൊണ്ട് കിട്ടിയാൽ കൂട്ടി പോയാൽ ചെട്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഹൈപ്പോത്തസിക്കലല്ലേ ചില ആൾക്കാരൊക്കെ ജീവിക്കണത്. ഇതിപ്പോൾ അങ്ങനെയല്ലോ. ഇപ്പോൾ അവരതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരുടെ വിശ്വാസത്തെ അവർ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ആധികാരികത കൂടി, അപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടി പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരിലും തന്നെ ദൈവിക ഇടപെടലുണ്ടാകുന്ന ഒരു അവസ്ഥ വന്നു. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മേജറായിട്ടുള്ള വിഷയങ്ങളായാൽ ദൈവം തന്നെയാണ് അത് ഉടമ്പടിയുടെ ഭാഗമാക്കി കളയും. ഇപ്പം നിത്യജീവൻ ഉടമ്പടിയല്ലേ. കുർബാന
എന്തുകൊണ്ടാണ് പുതിയ ഉടമ്പടി എന്ന് പറയാൻ കാര്യം എന്താണ്? അതുകൊണ്ട് നേടാനുള്ള കാര്യം നിത്യജീവനായതുകൊണ്ടാണ് അതിനെ ഉടമ്പടിയിലാക്കിയത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മേജർ സബ്ജക്റ്റുകളെല്ലാം ഉടമ്പടിയുടെ. ഇപ്പോൾ എബ്രഹാം പെണ്ണ് കാണുന്നില്ലേ, പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ വിടുന്നില്ലേ? എബ്രഹാം പെണ്ണ് കാണാൻ അവൻ്റെ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കാണാൻ വേണ്ടി ഭൃത്യനെ പറഞ്ഞു വിടുന്നതും അത് ആ വിഷയം സീരിയസ് ആയത് കാരണം അത് എബ്രഹാം അത് ഉടമ്പടിയായിട്ടാണ് വിടണത്, ഉടമ്പടി ചെയ്താൽ വിടണത്. ഉൽപ്പത്തി പുസ്തകത്തിന് 1:24 1 മുതൽ എടുത്തേ. അബ്രാഹത്തിന് പ്രായമേറെയായി. അബ്രാഹത്തിന് പ്രായമേറെയായി, എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. എബ്രഹാത്തിന് പ്രായമായെന്നും പറഞ്ഞാൽ തുടങ്ങണത് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാത്തിന് ഇപ്പം പ്രായമായത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരിപ്പുകാരനായിപ്പോയി. നമ്മൾ ഇരിപ്പുകാരനായപ്പോൾ പിന്നെ ദൈവം ഇരിപ്പുകാരനായി പോയിട്ടില്ലേ? അത് എബ്രഹാത്തിന് പ്രായമായി. എബ്രഹാത്തിന് ഇനി മകന് വേണ്ടി പെണ്ണ് കാണാൻ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയായി, പ്രായമേറെയായി. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി? ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഉടമ്പടിയാക്കി കളഞ്ഞത്. അത് ഭാഗം വായിച്ചേ. അവൻ തൻ്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. ഉടമ്പടിയാകണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ എടുക്കരുത് നമ്മൾ. അത് ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവവിശ്വാസമില്ലാത്ത സത്യദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ കൊണ്ട് അയാളെ ജീവിത പങ്കാളിയായിട്ട് എടുക്കരുത്. അതോടുകൂടി നമ്മുടെ കൃപകളെല്ലാം ബ്ലോക്കായി പോകും. അതായത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് പോകരുത്. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഓർക്കും ഈ കാലമല്ലേ ജാതിയോ മതമോ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കും. നോക്കാത്തവനും നോക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ്. അവൻ നോക്കിയിട്ടും കാര്യമില്ല. അവന് ദൈവത്തെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇല്ലാത്തവന് നമ്മളെന്തിനാണ് അടിച്ചേൽപ്പിക്കണത്? അവന് ഐഡിയ കിട്ടാനുള്ള സാഹചര്യത്തിൽ ദൈവം അവനെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടും കാര്യമില്ല. പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുന്ന എന്ത് ചെയ്യണം? അവൻ ഇത് കണ്ടിട്ട് വീടെടുത്ത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സബ്ജക്റ്റുകൾ അത് ഉടമ്പടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെ കാലം അങ്ങോട്ട് ചെല്ലുന്തോറും ഉടമ്പടി ഡൈല്യൂട്ട് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ ഒരാൾ വ്യക്തി ഉടമ്പടിയിലാണെന്ന്, സത്യസന്ധ ഉടമ്പടിയിലാണെന്ന് കണ്ടാൽ പിന്നെ ദൈവം അവന് ഒരിക്കലും കൈവിടത്തില്ല. അതൊരു ഉറപ്പുണ്ടായാൽ മതി.